വികടകവി. രാമൻ തന്ത്രപൂർവം കോട്ടയ്ക്കുള്ളിൽ കടന്നത് മഹാരാജാവ് അറിഞ്ഞു. എന്നാലും അവന്റെ ധൈര്യവും ബുദ്ധിചാതുര്യവും വളരെ ഇഷ്ടപ്പെട്ട മഹാരാജാവ് അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ കാവൽക്കാരെ വിളിച്ച്, രാജഗുരുവിനെ രാമൻ വല്ലാതെ ഉപദ്രവിച്ചു. അതുകൊണ്ട് കഴുത്ത് വരെ അവനെ മണ്ണിൽ പൂഴ്ത്തിവെച്ച് ഒരാനയെ കൊണ്ട് അവന്റെ തലയിൽ ചവിട്ടിപ്പിക്കണം. കാവൽക്കാർ രാജാവിന്റെ ആജ്ഞാനുസരണം രാമനെ കഴുത്തുവരെ പൂഴ്ത്തിവെച്ചിട്ട് ആനയെ കൊണ്ടുവരാൻ പോയി. രാമനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു കൂനൻ ആ വഴിക്ക് പോകുന്നത് കണ്ട രാമന് ഒരാശയം തോന്നി. സുഹൃത്തേ, സുഹൃത്തേ, നീ ഇവിടെ വന്നത് നിന്റെ ഭാഗ്യമാ. എന്ത് ഭാഗ്യമോ? എനിക്കോ? ഞാനും നിന്നെപ്പോലൊരു കൂനനാ. ഒരു കുഴിക്കുള്ളിൽ കഴുത്തുവരെ മണ്ണിട്ട് മൂടി കുറച്ചു നേരം ഇരുന്ന കൂന് ശരിയാകുമെന്ന് ഒരു വൈദ്യം പറഞ്ഞു. അതെയോ? അപ്പൊ നിന്റെ കൂന് മാറിയോ? എന്നെ ഒന്ന് പുറത്തേക്ക് എടുത്തു വിടാവോ? കൂന് മാറിയോന്ന് നോക്കാം. കൂനൻ രാമനെ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അവന്റെ നിവർന്ന മുതുക് കണ്ട് ആശ്ചര്യപ്പെട്ടു. ആഹാ, എന്റെ കൂന് മാറി. ഇപ്പൊ എനിക്ക് നിവർന്നു നടക്കാൻ കഴിയും. അതെ, എന്നെ ഇതുപോലെ കുഴിയിലൊന്നിട്ട് മൂടാവോ? എനിക്കും എന്റെ കൂന് ഭേദമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാമൻ അയാളെ കുഴിയിലിറക്കി നിർത്തി കഴുത്ത് വരെ മണ്ണിട്ട് മൂടിയ ശേഷം സന്തോഷത്തോടെ രാജസദസ്സിലെത്തി. നീ എങ്ങനെയാണ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത്? ഒരു കൂനനാണ് എന്നെ രക്ഷിച്ചത് മഹാരാജാവേ. നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ നാം വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നു മുതൽ നീയാണ് നമ്മുടെ രാജസദസ്സിലെ വികടകവി.